Welcome back to chemistry class. Today we are going to discuss problem based on electrochemistry. Our first problem, write Nernst equation for general electrochemical reaction. A plus B gives C plus D. ഇവിടെ A plus B reactant C plus D എന്താണ് product ആണ്. അപ്പോൾ നമുക്കറിയാം Nernst equationന്റെ simplified form നമുക്കറിയാം. E cell is equal to E0 cell plus 0.0591 divided by n log product of the molar concentration of reactant raised to the powers of their coefficients divided by product of the molar concentration of product raised to the powers of their coefficient. Okay, അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നെർസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളത് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ സെൽ Mg bar Mg2+, അതായത് ഇതൊരു ഗാൽവാനിക് സെല്ലാണ്. അപ്പൊ ഗാൽവാനിക് സെല്ലിലെ ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാഥോഡ് ആയിട്ടുള്ള കോപ്പർ ആണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ അഥവാ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണ്. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമ്മൾ നെർസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? EMF കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് EMF ആണ്. അപ്പൊ E0 cell is equal to E0 cathode minus E0 anode. അപ്പൊ കാഥോഡ് ഏതാണ് ആനോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് കഴിയണം. അപ്പൊ ഇത് കാഥോഡും ഇതെന്താണ് ആനോഡ്. നമുക്കറിയാം ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ ലോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അപ്പൊ ലെഫ്റ്റിലുള്ളത് റൈറ്റിലുള്ളത് കാഥോഡ്. അപ്പൊ കാഥോഡിലുള്ളത് എത്രയാണ്? 0.34 മൈനസ് ഓഫ് 2.37. അപ്പൊ എത്ര കിട്ടും? 2.71 കിട്ടും വോൾട്ട്. അപ്പൊ EMF കാണാൻ പറ്റുമല്ലോ. E0 സെൽ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ എന്താണ് E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. പക്ഷേ നമുക്ക് ചില റിയാക്ഷനിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് നെർസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. അത് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ഈ ഒരു പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ ഫോളോയിങ് സെൽ അറ്റ് 298 കെൽവിൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ടിന്നിൻ്റെത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സിൽവർ അയണിൻ്റെതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് EMF ഓഫ് ദ ഫോളോയിങ് സെൽ റിയാക്ഷൻ ആണ്. അപ്പോ നമുക്ക് ഇവിടെ എന്ത് വേണം? നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ മോളാർ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. മോളാർ കോൺസെൻട്രേഷൻ 0.1 ആണിത്. മോളാർ കോൺസെൻട്രേഷൻ 0.1, ഇത് 0.01. യെസ്, മോളാർ കോൺസെൻട്രേഷൻ 0.1. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ നെർസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം. നെർസ്റ്റ് ഇക്വേഷൻ എന്താണ്? E0 cell is equal to E0 cell minus 0.0591 divided by n into log molar concentration of Zn2 plus divided by molar concentration of Ag2 plus raised to 2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് raised to 2 എന്നുണ്ട്. raised to 2 കാരണം ഈ ഇലക്ട്രോഡ് റിയാക്ഷനില് ഓവറോൾ സെൽ റിയാക്ഷനില് ഇവിടെ കോയിഫിഷ്യന്റ് ആയിട്ട് എന്ത് കാണുന്നുണ്ട്? 2 കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിൽവർ അയോൺ റേസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിൽവർ അയോൺ റേസ് ടു 2. അത് നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ തന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? നെർസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം. EMF കാണാൻ പോയി നെർസ്റ്റ് ഇക്വേഷൻ ആണ്. E cell is equal to E0 cell. അപ്പൊ E0 cell നമുക്ക് കണ്ടെത്തണം. E0 cell കണ്ടെത്താനുള്ള മാർഗം എന്താണ്? E0 cell is equal to E0 cathode minus E0 anode. അപ്പൊ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? Ag പ്ലസ് ഇത്. അപ്പൊ 0.8 വോൾട്ട് മൈനസ് ഓഫ് ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ടിൻ 2+. അപ്പൊ ടിൻ 2+ന്റെ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? എത്രയാണ്? 0.14. അപ്പൊ ടോട്ടൽ എത്ര ലഭിക്കും? E0 സെൽ എത്ര കിട്ടും? 0.94 വോൾട്ട് കിട്ടും. 0.94 വോൾട്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ E0 സെല്ലിന്റെ വാല്യൂ ഇവിടെ പുട്ട് ചെയ്യാം 0.94 വോൾട്ട്. ഇത് ജനറൽ ആണ്. ഇവിടെ 0.059 കോൺസ്റ്റന്റ്
കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 2 ഏതാണ്? ഇവിടെ ഇലക്ട്രോഡ് റിയാക്ഷനിലുള്ള ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ഇവിടെ 2 ആയിരിക്കും. 2. Then log tin molar concentration. Yes. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇത് നമ്മുടെ പിന്നെ log 0.1 divided by 0.1 raised to 2. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ത് വരും? 0.9205 വോൾട്ട് കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്, ദാറ്റ് ഫൈനൽ ആൻസർ 0.920 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം കൂടെയും അതേപോലെയുള്ളതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലം എത്രമാത്രം മനസ്സിലായെന്നുള്ളത് ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഓവറോൾ സെൽ റിയാക്ഷൻ തന്നിരിക്കുകയാണ്. ഇത് നിക്കൽ 2+ ആയി 2Ag + Ag ആയിട്ട് മാറി, റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് Ag+ന്റെയും അതേപോലെ തന്നെ നിക്കൽ അയോണിന്റെയും. ഓക്കെ, അതേപോലെ സ്റ്റാൻഡേർഡ് EMF ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? EMF ഓഫ് ദ സെൽ. അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ തന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? നേർണസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം E cell is equal to E0 cell 0.059 divided by n log nickel 2+ divided by molar concentration of Ag plus raised to 2. കണ്ടില്ലേ, ഇവിടെയും എന്താണ്? raised to 2 ഉണ്ട്. ഇവിടെ സ്റ്റോയിച്ചിയോമെട്രി 2 ആണ്, അതുകൊണ്ട് ഇവിടെ raised to 2 ഉണ്ട്. മനസ്സിലാക്കണം. അപ്പൊ ഇത് നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട്. എത്രയാണ്? E0 സെൽ 1.05 വോൾട്ട്. ദെൻ ഇത് കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇവിടെ ഇലക്ട്രോഡ് റിയാക്ഷൻ എത്രയാണ്? ഇവിടെ ചാർജ് നോക്കിയാൽ മതി, 2+ ആണ്. അതുകൊണ്ട് ഇലക്ട്രോഡ് റിയാക്ഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ഇലക്ട്രോഡ് റിയാക്ഷൻ 2 ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, 0.16 മോളാർ കോൺസെൻട്രേഷൻ 0.16 നിക്കലിന്റെ, സിൽവറിന്റെ 0.02 0.002 raised to 2. കണ്ടില്ലേ, raised to 2 മനസ്സിലായി. ഓക്കെ, അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.915 വോൾട്ട്. 0.915 വോൾട്ട്. ഓക്കെ, ഇത് ഈ തരത്തിലുള്ള പ്രോബ്ലം ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നേർണസ്റ്റ് ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? മോളാർ കോൺസെൻട്രേഷൻ തരികയാണെങ്കിൽ. ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ EMF സ്റ്റാൻഡേർഡ് EMF ഈ സെല്ലിൽ ഒരു പക്ഷേ നേരിട്ട് തരാം, അല്ലെങ്കിൽ നമുക്ക് വാല്യൂസ് കണ്ടെത്തണം. വാല്യൂസ് തരും. വാല്യൂസ് തന്നില്ലെങ്കിൽ ക്ലാസ് ടേബിൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഗിവൺ ഡയറക്റ്റ്. നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പൊ ഈ ഒരു സെൽ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സെൽ റിയാക്ഷനിൽ നമുക്ക് സ്റ്റാൻഡേർഡ് E0 സെൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.46 വോൾട്ട് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുന്ന ഇക്വേഷൻ E0 സെൽ ഈസ് ഈക്വൽ ടു 0.0592 ഡിവൈഡഡ് ബൈ 2 log Kc. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? E0 സെൽ തന്നിട്ടുണ്ട്. E0 സെൽ ഇത് 0.46. അപ്പൊ 0.46 വോൾട്ട് അല്ലേ? അപ്പം 0.46 വോൾട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതായത് E0 സെൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് Kc കാണാം. അപ്പൊ Kc കാണാനുള്ള മാർഗം എന്താണ്? log Kc is equal to 0.46. മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് 0.46 വോൾട്ട് is equal to 0.059 divided by 2 into log Kc. അപ്പൊ നമുക്ക് എന്ത് കാണണം? log Kc കാണണം. log Kc കാണാനുള്ള മാർഗം എന്താണ്? 2 into 0.46 divided by 0.059 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, log Kc. അപ്പൊ log Kc അറിയാമെങ്കിൽ നമുക്ക് Kc കാണാൻ പറ്റും. ഓക്കെ, ആന്റി ലോഗ് എടുത്താൽ മതി. അപ്പൊ Kc is equal to 3.92 into 10 raised to 50. ഓക്കെ, ഈ തരത്തിലുള്ള പ്രോബ്ലം. യെസ്, ഇതൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. നമ്മുടെ ക്വാഡ്രേഷ്യസ് ലോ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം. ദ വാല്യൂ ഓഫ് λ0, അതായത് ഇൻഫിനിറ്റ് ഡയലൂഷൻ molar conductance at infinite dilution for ammonium chloride, sodium hydroxide, sodium chloride തന്നിട്ടുണ്ട്. 129.8, 248.1 and 126.4 ohm inverse centimeter square mole inverse. Calculate the λ0m of ammonium hydroxide. Ammonium hydroxide ന്റെ molar conductance at infinite dilution നമ്മൾ കണ്ടെത്തണം. അത് എന്താ മാർഗ്ഗം ഉള്ളത്? നമുക്കറിയാം അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കണ്ടെത്തുന്ന മാർഗ്ഗം അറിയാം. അമോണിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് മൈനസ് molar conductance of sodium chloride. അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ജസ്റ്റ് ആഡ് ചെയ്യുക. ഏതാണോ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് അത് മൈനസ് ചെയ്യുക. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ ക്വാഡ്രേഷ്യസ് ലോ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്യുക,
ഏത് വാല്യൂസ് ആണോ മൈനസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 251.5 ഓം സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇത് മോളാർ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പം ഇത് മനസ്സിലായല്ലോ. കാരണം എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ആഡ് ചെയ്യണം ഒന്നുകൂടെ പറയുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പൊ അമോണിയം അയോൺ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഇവിടെ അമോണിയം ക്ലോറൈഡ്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ വേണ്ടത് ഹൈഡ്രോക്സൈഡ് അയോൺ ആണ് ഉള്ളത്. ഹൈഡ്രോക്സൈഡ് അയോൺ ഫർണിഷ് ചെയ്യുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അത് ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടാത്ത രണ്ട് അയോൺ ഉണ്ട്, Na+ഉം Cl-, അത് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും മോളാർ കണ്ടക്ടൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് അറ്റ് 0 കോൺസെൻട്രേഷൻ. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ്. എക്സാമിന്. ഓക്കെ, അടുത്ത പ്രോബ്ലം conductivity of 0.0241 molar acetic acid is 7.896 into 10 raised to minus 5 Siemens centimeter inverse. Calculate its molar conductivity if lambda 0 for acetic acid is 390.5 ohm inverse centimeter square mole inverse. What is its dissociation constant? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താണ്? Ka is equal to C alpha square divided by 1 minus alpha. അപ്പോൾ ഇവിടെ ആൽഫ കാണണം. ആൽഫ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? ആൽഫ is equal to lambda Cm divided by lambda 0m. എന്താണ് lambda Cm? അതായത് മോളാർ കണ്ടക്ടൻസ് അറ്റ് എ ഗിവൺ ഡയലൂഷൻ ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടൻസ് അറ്റ് 0 കോൺസെൻട്രേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഗിവൺ കോൺസെൻട്രേഷനിലുള്ള, അതായത് C തന്നിട്ടില്ല, ഗിവൺ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടൻസ് തന്നിട്ടില്ല. അത് കാണണം. അത് കാണാനുള്ള മാർഗം എന്താണ്? lambda m is equal to kappa into 1000 divided by molarity. അപ്പൊ കാപ്പയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി ആണ് അത് ഇവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 7.896 ആണ്. കണ്ടില്ലേ? കണ്ടക്ടിവിറ്റി ഓഫ് 0.024 മോളാർ ആണ്. മോളാർ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ ആണ്. മൊളാരിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ കണ്ടക്ടിവിറ്റി അഥവാ കാപ്പ ഇവിടെ തന്നിട്ടുണ്ട്. then into 1000, ഇത് ഇക്വേഷനിലുള്ളതാണ് 1000. അപ്പൊ അതിന്റെ വാല്യൂ എത്ര കിട്ടും? 32.76 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ Cm എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ലാംഡ Cm തന്നു. ഇനി ആൽഫ കാണണം. ആൽഫ കാണാനുള്ള മാർഗം എന്താണ്? ലാംഡ Cm ഡിവൈഡഡ് ബൈ ലാംഡ 0m. അപ്പൊ ലാംഡ 0m ന്റെ വാല്യൂ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 8.4 into 10 raised to minus 2. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K C alpha square divided by 1 minus alpha. ഇവിടെ C കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതായത് മൊളാരിറ്റി. then 8.4 into 10 raised to minus 2 നമ്മൾ ആൽഫ കണ്ടെത്തിയത്, അതിന്റെ സ്ക്വയർ വേണം. then divided by 1 minus 0.084. That is equal to 1.86 into 10 raised to minus 5. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? ഓരോ സ്റ്റെപ്പും നോക്കുക. വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ ക്വാഡ്രേഷ്യസ് ലോയുടെ മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇവിടെ given the standard electrode potential, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അയോൺസ് തന്നിട്ടുണ്ട്. പൊട്ടാഷ്യം അയോൺ, സിൽവർ അയോൺ, മെർക്കുറി അയോൺ, മഗ്നീഷ്യം അയോൺ, ക്രോമിയം അയോൺ. Arrange these metal in their increasing order of reducing power. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ റെഡ്യൂസിംഗ് ടെൻഡൻസി കുറയാണ് ചെയ്യുന്നത്, ഓക്സിഡൈസിംഗ് ടെൻഡൻസി കൂടുക. ഓക്കെ, പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കൂടുമ്പോൾ റിഡക്ഷൻ ടെൻഡൻസിയാണ് കൂടുന്നത്, ഓക്സിഡേഷൻ ടെൻഡൻസി കുറയുക. അതായത് ഓക്സിഡേഷൻ ടെൻഡൻസി കുറയുമ്പോൾ റെഡ്യൂസിംഗ് പവർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഹാവ് യു ഗോട്ട് ദി ഐഡിയ? അതായത് നമുക്കറിയാം, വീണ്ടും പറയാം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കുറയുമ്പോൾ ഓക്സിഡൈസിംഗ് ടെൻഡൻസി കൂടും, ഓക്സിഡൈസ് ചെയ്യാനുള്ള സാധ്യത കൂടും, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള സാധ്യത കൂടും. തൽഫലമായിട്ട് അതിന്റെ റെഡ്യൂസിംഗ് പവർ എന്ത് ചെയ്യും? കൂടും. Have you got the idea? As the electrode potential value decreases, reducing power increases. Electrode potential value, standard reduction potential value decrease ചെയ്യുന്നതിനനുസൃതമായിട്ട് ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുകയും റെഡ്യൂസിംഗ് പവർ കൂടുകയും ചെയ്യും. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാകും. അതായത് നെഗറ്റീവ് വാല്യൂ കൂടുമ്പോൾ എന്ത് കൂടും? ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നതിനനുസൃതമായിട്ട് റെഡ്യൂസിംഗ് പവർ കൂടും. അപ്പൊ ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ ഉള്ളത് പൊട്ടാഷ്യം.
പിന്നെ മഗ്നീഷ്യം അല്ലേ. പിന്നെ നെഗറ്റീവ് വാല്യൂ ഉള്ളത് ഏതിനാണ്? മഗ്നീഷ്യം. പിന്നെ ഏതിനാണ്? ക്രോമിയം. പിന്നെ പോസിറ്റീവ് വാല്യൂ ആണ് ഇതിന് രണ്ടിനുള്ളത്. പോസിറ്റീവ് വാല്യൂടെ ഏറ്റവും കൂടുതലുള്ളതിന് എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും റെഡ്യൂസിംഗ് ടെൻഡൻസി. അത് സിൽവർ ആണ്. ഇനി നമുക്കൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ കേട്ടില്ല, PCS മാസെന്റിൽ. ഇതൊന്നും ഇല്ലെങ്കിലും ഈ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസെന്റിൽ ചാപ്പ ഇത് വെച്ചിട്ട് പറയാം. കണ്ടില്ലേ? പി പൊട്ടാഷ്യം, കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. അപ്പൊ റെഡ്യൂസിംഗ് ടെൻഡൻസി ഗ്രൂപ്പിന് ഇതിന് ഗ്രൂപ്പെല്ലാം താഴോട്ട് വരുന്നതോറും, സീരീസിന് താഴോട്ട് വരുന്നതോറും കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം, പിന്നെ മഗ്നീഷ്യം, പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് ഇതിലിവിടെ ക്രോമിയം തന്നിട്ടില്ല. യെസ്, നമുക്ക് ഈ സീരീസിൽ ക്രോമിയത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിവേ, അതായത് നെഗറ്റീവ് വാല്യൂ കൂടുമ്പോൾ റെഡ്യൂസിംഗ് ടെൻഡൻസി കൂടുകയും നെഗറ്റീവ് വാല്യൂ കുറയുക അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂയിലേക്ക് വരിക, പോസിറ്റീവ് വാല്യൂ കൂടുക, അപ്പോൾ റെഡ്യൂസിംഗ് ടെൻഡൻസി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ റെഡ്യൂസിംഗ് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാഷ്യത്തിന്, പിന്നെ മഗ്നീഷ്യത്തിന്. കാരണം ഇതിന് റിഡക്ഷൻ ടെൻഡൻസി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതുകൊണ്ട് റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഏറ്റവും കുറവ് ഇവിടെ സിൽവർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ കുറിച്ച് ചോദിക്കും. ഏത് മെറ്റലിലാണ് മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? ഉദാഹരണമായി സിങ്ക് നമ്മളിപ്പം കോപ്പറിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പർ സൾഫേറ്റിലേക്ക് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം സിങ്കിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവാണ്. അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ ഇതിനെ റെഡ്യൂസ് ചെയ്യും. ഇവിടെ CO2+ റെഡ്യൂസ് ചെയ്യും. പറഞ്ഞാൽ ഇതിന് ഇലക്ട്രോൺസ് കൊടുക്കും. ഇതിന് കോപ്പർ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മനസ്സിലാക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ആകരുത്. അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറയുമ്പോഴാണ് റെഡ്യൂസിംഗ് ടെൻഡൻസി കൂടുന്നത്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ കൂടുമ്പോൾ അത് അവിടെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ലേ. ഓക്കെ,